Your Excellency, Most Reverend John Panathotathil CMI, the Bishop of Tirumala Party of St. Thomas the Apostle, Melbourne, our dear Bishop, Reverend Father Ashok, beloved parents, teachers, relatives, parishioners, and dear children. With immense joy and gratitude, I stand before you on this blessed occasion of the first Holy Communion of 11 of our parish children, and in them, 5 of them receiving the confirmation, sacrament of confirmation. These little ones have been preparing themselves intensely through prayer, catechism, guidance, so that today they may receive Jesus in the Holy Eucharist for the very first time. We are deeply grateful to Your Excellency, our loving Shepherd, for coming here to administer the sacraments, to bless our children, and to strengthen us all with Your presence and prayer. All those who have gathered here in the name of our parish, I also warmly welcome Reverend Father Ashok, who has joined us to share in our joy on this special day. Welcome, Father. On behalf of our parish community, I extend a heartfelt welcome to the parents, teachers, relatives, guests, and all our parishioners who are here to witness and celebrate this milestone in the lives of our children. May this day be a true encounter with Jesus, and may our children grow in faith and love, guided by the prayers and support of this community. Once again, a warm and respectful welcome to our Bishop, Father Ashok, and to each one of you. Thank you. Thank you very much.
അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരു കീടാം. ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെയടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ അർപ്പിക്കാം. സംയോഗത്തിൽ സർവേശ്വരസ്തുതിഗീതം. ഭൂമിയിലെന്നും മാതൃശാന്തി പ്രത്യാശയുമെന്നേക്കും. സംയോഗത്തിൽ സർവേശ്വരസ്തുതിഗീതം. ഭൂമിയിലെന്നും മാതൃശാന്തി പ്രത്യാശയുമെന്നേക്കും. സംയോഗത്തിൽ സർവേശ്വരസ്തുതിഗീതം. ഭൂമിയിലെന്നും മാതൃശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ വാഗ്ദാനം സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധനമായ മനുഷ്യരും അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ മോഹനത്തിൽ വീഴാനുള്ള ആഗ്രഹത്തെ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാൽ വൈരികൾ പിന്തുടർന്നാൽ ദൈവമായ നായകൻ. നിയമമങ്ങേ വസതിയിൽ കഴിയുവാനെൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനെൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു ഭയങ്കരം. കാവിലങ്ങേ കരിവിലും കരകൾ കേട്ടുല
അനുഗ്രഹിക്കണം. നിത്യപിതാവിൻ സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Reading from the first letter of Paul to the Corinthians. This is the tradition of the Lord that I received, and that in my turn I have handed on to you. The Lord Jesus, on the night that he was delivered up, took bread, and after giving thanks, broke it, saying, "This is my body, which is for you. Do this in memory of me." In the same way, taking the cup after the supper, he said, "This cup is the new covenant in my blood. Whenever you drink it, do it in memory of me." So then, whenever you eat of this bread and drink from this cup, you are proclaiming the death of the Lord until he comes. Therefore, if anyone eats of the bread or drinks from the cup of the Lord unworthily, he sins against the body and blood of the Lord. Let each one then examine himself before eating of the bread and drinking from the cup. Otherwise, he eats and drinks his own condemnation in not recognizing the body. This is the reason why so many among you are sick and weak, and several have died. This is the word of the Lord. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അതുപോലെ
പരിശുദ്ധാത്മാവിൻ ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗം നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കുവാൻ നമുക്ക് തന്റെ ശരീരം നൽകുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവനുണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എന്റെ രക്തം യഥാർത്ഥ പാനീയവും. My dear children are going to receive the first Holy Communion and Confirmation. Could you please stand up and leave your candles at your place and come forward. Okay, gather around this table. Come close. Table. Come close. Here. And could you please face the congregation? Now let's give them a good round of applause. My dear children, we are really proud of you, and on behalf of all gathered here, we really appreciate and congratulate on this beautiful occasion of your first Holy Communion and Confirmation. Okay, now please turn around. Okay. Listen to me only for 4 or 5 minutes. Okay? Are you ready? I'm going to share a beautiful story of a saint named Saint Carlo Acutis. You know him? Have you heard about him? Okay. Saint Carlo Acutis. When was he born? You have any idea? Yeah. 1991, exactly. Congratulations. Carlo Acutis was born in 1991. And do you know when was he died? When he died? Okay. 2006. Beautiful. Okay. He was born in 1991 and he died in 2006. That means he lived only for 15 years here. Okay. He was born in England and he was brought up in Italy. And he lived here
only for 15 years. At your age, he received the first Holy Communion. And then he was regular in his parish church. He was very regular in attending the Holy Masses in his parish church. And do you know what his hobby was? Okay, you must know. His hobby was computer programming and web designing. That was his hobby. Yes, being a child, his interest, he was deeply involved in computer programming and web designing, and through which he promoted the Eucharistic miracles and the devotion to Mother Mary. That was his mission. And today, when you get a chance, just Google his website, carloacutis.com. Okay, carloacutis.com. Just visit his site. Then you can know that he promoted the Eucharistic miracles and Marian apparitions. And he attracted a lot of people, thousands of people all across the world. And some of them were interested and some of them joined in the Catholic Church only because of his interest in Holy Eucharist. Okay? And now I will teach only 5 cards of Saint Carlo Acutis. Now, very simple. Very simple. His first card, Jesus is my best friend. What is his first card? Jesus is my best friend. Jesus is my best friend. Okay, today onwards, Jesus must be your best friend. Always remember the card of Saint Carlo Acutis. Jesus is my best friend. And his second card, today you are going to receive the first Holy Communion. That means Eucharist is the highway to heaven. The Holy Eucharist or the first Holy Communion, the communion is the highway to heaven. Holy Eucharist is the highway to heaven. What is that called? The Holy Eucharist is the highway to heaven. And his third card is quite interesting. The more often we receive the Holy Eucharist, the more we become like Jesus Christ. What is that called? The more often we receive the Holy Eucharist, the more we become Jesus. And the fourth card is very simple. The 2 powerful weapons to defeat the Satan are Holy Eucharist and the Rosary. And what are the 2 powerful weapons to conquer the Satan? The first one is? The second one is? Rosary. Okay. And the last card, the Holy Rosary is the shortest ladder to climb to heaven. The Holy Rosary is the shortest ladder to climb to heaven. What is that one? The Holy Rosary is the shortest to climb to heaven. Now, could you please recall these cards? Can anyone? Yeah. Do you remember which card struck you most? Jesus is my best friend. Okay, Jesus is my best friend. Because Jesus is going to come into your life as your best friend today.
always consider Jesus as your best friend. Okay? Whenever you are in a need, Jesus will be with you as a good friend and best friend. And anyone remember anything? And the Holy Eucharist is the highway to heaven. What are the two powerful weapons to defeat the Satan? The first one, Holy Eucharist. Second one, the Holy Rosary. Okay. This is the powerful message I would like to give you today. Okay? And I really appreciate you, congratulate you. And my dear brothers and sisters, could you please close your eyes and pray for our children for a moment. Okay, may God bless you. Please go back to you. Dear parents, നിങ്ങളെ ഞാൻ റിയലി ഐ കൺഗ്രാച്ചുലേറ്റ്, ഐ അപ്രീഷിയേറ്റ്. കാരണം നിങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ അണിയിച്ചൊരുക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ ചിന്തകൾ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുള്ളൂ, ദൈവമേ ഈ കുഞ്ഞുങ്ങൾ നല്ല ഭാവി ഉണ്ടാകണമേ, ഇവർക്ക് നന്നായി വളരുവാൻ ദൈവമേ ഇവരെ സഹായിക്കണമേ, ഇവർ ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെയും മനുഷ്യരുടെ മുമ്പിൽ നന്നായി വളരുവാൻ വേണ്ടി ഉള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് നമ്മളിന്ന് വിശുദ്ധ കുർബാന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ ഇന്ന് കൊടുത്ത ഈ കടമയോടുകൂടി ഇവര് വിശുദ്ധിയിൽ വളരുമെന്ന്? അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇവരുടെ കൂടെ ഉണ്ടാകണം. നിങ്ങൾ ഇവരുടെ വളർച്ചയിലുടനീളം താങ്ങായി, പ്രാർത്ഥനയായി, തണലായി ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് ഈ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഞായറാഴ്ച ഇതേപോലെ ഒരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയന് എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അപ്പനും അമ്മയും, അവർക്കൊരു 55-60 വയസ്സ് ആയിട്ടില്ല. കുട്ടികളാകട്ടെ 22, 20, 18 വയസ്സ്. ഓർത്തു വെക്കുക, ആ കുട്ടികൾ 5 പേര് കൂടിയാണ് ഒരു 8 സീറ്ററിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത്. എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം 22, 20, 18 വയസ്സുള്ള ഈ കുട്ടികൾ ഇവരോടൊപ്പം എപ്പോഴും ഉണ്ട്, പ്രത്യേകിച്ച് പള്ളിയിൽ പോകുമ്പോൾ. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഇവിടേക്ക് ഉണ്ടാവും അത്രയും പ്രായമുള്ള കുട്ടികൾ ഒരുമിച്ച് വരുന്ന എത്ര ഫാമിലീസ് ഉണ്ട്? അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയപ്പോ ഞാൻ ചോദിച്ചു, ഇത് നന്നായിരിക്കുന്നല്ലോ. ഈ യുവാക്കളായ ഈ കുട്ടികളെയും കൂട്ടി ഇവർ നിങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടോ? എപ്പോഴും ഉണ്ട് അച്ഛാ. ഇവര് ഞങ്ങളുടെ പള്ളിയിൽ വരുമ്പോഴും എല്ലാ ആക്ടിവിറ്റീസിനും ഇവരെപ്പോഴും ഉണ്ട്. അതെന്നെ അത്ഭുതപ്പെടുത്തി. അന്നേരം ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്തു, ആ പാരൻസിനെ. എനിക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നു നിങ്ങളിൽ, പ്രത്യേകിച്ച് ഈ പ്രായത്തില് കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. അപ്പൊ എടുത്ത വായില് ആ പാരന്റ് പറഞ്ഞ എന്നാന്നറിയോ, പിതാവേ അത്ര എളുപ്പമല്ല. കാരണം ഒരുപാട് സമയം ഞങ്ങൾ ഇവർക്കായി ചെലവഴിക്കുന്നുണ്ട്. എളുപ്പമല്ല. ഈ കുട്ടികളെ കൂടെ കൂട്ടി നടക്കണമെങ്കിൽ എളുപ്പമല്ല. ഒത്തിരി സമയം ഞങ്ങൾ മാറ്റിവെച്ചു. ഇവരുടെ വൈകുന്നേരങ്ങളിലുള്ള ഭക്ഷണ സമയത്ത് ഞങ്ങൾ ഇവരോടൊപ്പം ഉണ്ട്. ഇവരോടൊപ്പം ഇരുന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാറ്. പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചേ പോകുള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്താവശ്യത്തിന് പോകുമ്പോഴും ഇവരെ കൂട്ടും.
അങ്ങനെ ഒത്തിരി സമയം ഇവർക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിയതുകൊണ്ട് ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എനിക്ക് നിങ്ങളോട് വേറെ ഉപദേശമായിട്ടൊന്നും പറയാനില്ല. നല്ല എക്സാമ്പിൾസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഈ കുട്ടികൾ നിരന്തരമായി നിങ്ങളോടൊപ്പം ഉണ്ടാകണമോ? ഈ കുട്ടികൾ വിശുദ്ധിയിൽ വളരണമോ? ഈ കുട്ടികൾ കൃത്യമായി പള്ളിയിൽ വരണമോ? ഇതിന്റെ ഉത്തരവാദി ബിഷപ്പല്ല, അച്ഛനുമല്ല. ഇതിന്റെ ഉത്തരവാദികൾ നിങ്ങൾ, ദ പാരന്റ്സ്, യുവ. നിങ്ങൾ കാണിക്കുന്ന ഓരോ മാതൃകയും, നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വേദവാക്യമായി ഒപ്പിടും. ജീവിതം നല്ല മാതൃക കൊടുക്കുക. ഞാൻ എന്നെ സ്വാധീനിച്ച ഒരു പുസ്തകത്തിലെ ഒരു കൊച്ചിന്റെ വാക്യമുണ്ട്. അമ്മ എങ്ങനെ ഒരു കാര്യങ്ങൾ ഉപദേശിക്കുക കൊച്ചിനെ. അപ്പൊ കൊച്ചെടുത്തതായി പറയാം, മമ്മ ഡോണ്ട് ടീച്ച് മീ ബട്ട് ഷോ മീ. അമ്മ എന്നെ എങ്ങനെ ഒത്തിരി ഉപദേശിക്കില്ലേ ദയവേത്, ബട്ട് ഷോ മീ, എന്നെ ഒന്ന് കാണിച്ചു തരാമോ? ഈ കുട്ടികളും ചോദിക്കുന്നതാണ്. മയ്യ പപ്പ, മമ്മി ഡാഡ്, മമ്മി എനിക്ക് ഈ ഈശോയെ സ്വീകരിക്കാനും ഈശോയിൽ വളരുവാനും എന്നെ ഒന്ന് കാണിച്ചു തരണമേ. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമേ. ഇതാണ് ഈ കുഞ്ഞുങ്ങളുടെ റിക്വസ്റ്റ്. ജസ്റ്റ് ഫുൾഫിൽ their dreams. God bless you. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സഭാതനയരെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലിയോ 14 പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധീശനുമായ മാർ ജോൺ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. That you sent your Spirit on these servants as you did to your disciples lost in prayer in Zion Banquet Hall. We pray, Lord, hear our prayer. Lord, hear our prayer. For this servant who has become child of God in baptism and is awaiting the gifts of the Holy Spirit, let us pray. Lord, hear our prayer. Lord, we pray for all the children who are receiving Jesus in the Holy Eucharist for the first time today, that we may love Jesus with all our heart and remain faithful throughout our lives. Let us pray. Lord, hear our prayer. We pray for our siblings, parents, grandparents and godparents, relatives and friends, that they may be grateful for the gift of the Holy Eucharist and experience the love of Jesus. Let us pray to the Lord. Lord, hear our prayer. We pray for all the priests and teachers who have helped us to prepare for the sacraments of confession and Holy Communion. May God bless and fill them with the Holy Spirit. Let us pray to the Lord. Lord, hear our prayer. We pray for the Holy Church and all its leaders, especially our loving Bishop John, that they may be guided by the Holy Spirit and lead us on the path to eternal life. Let us pray to the Lord. Lord, hear our prayer. We pray for those who are sick, suffering, or in need. May the Lord have mercy on them and bring them comfort. Let us pray to the Lord. Lord, hear our prayer. We pray for all the children around the world who are less fortunate or who do not yet know Jesus. May the Lord bless them with the gift of faith and fill them with your love. Let us pray to the Lord. Lord, hear our prayer. We pray that the newly confirmed may be strengthened by the Holy Spirit.
have the courage to defend our faith and be true witness of God's love in the world. Let us pray to the Lord. Lord, hear our prayer. We pray that the gifts of the Holy Spirit may inspire the newly confirmed to use their talents and abilities in service to others. Let us pray to the Lord. Lord, hear our prayer. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. Lord Almighty God, we humbly pray you. Fill these children with your Spirit. May they grow up to the plenitude of Christian life. May they be strengthened not to forget you in prosperity and to seek you out in adversity. Bless these children to bear witness to you in life and then after death to find the bliss of eternal happiness. Father, Son, and the Holy Spirit forever. Amen. Being filled with the Holy Spirit and confirmed in faith, do you desire to witness to Christ? May God bless you. Let's sing the hymn of Holy Spirit. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നൽകളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരം വിളിപ്പുമാറ്റിടും ചന്ദ്രവേറുന്ന ദീപമേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. Dear brothers and sisters, the celebrant begins to sign these children with the grace of the Holy Spirit. In preparation, he now pray for himself, staying devout and diligent. Let us pray in silence. Lord Almighty God,
We thank you for the infinite mercy by which you sent the Holy Spirit upon the apostles and strengthened them. You shower the church with the gift of the Holy Spirit through the imposition of hands by the apostles and their successors. Make me, O Lord, your humble servant, worthy to administer these gifts to these children. Father, Son, and the Holy Spirit forever. Amen. God our Father, you have granted us through baptism new birth, membership in the mystical body of Christ, and title to eternal life. Sign these servants with the promised Spirit and give them the spirit of filiation, that they may call you Abba, Father. Empower them, being filled with the divine Spirit, through the imposition of hands, to live as brave. മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുമാ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും ഏകകർത്താവുമായ ഈശ്വരൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിലൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സുഖത്തിൽ നൽകി. പരിശുദ്ധാത്മാവിനാൽ കരുണാമരത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിഴകൾ സഹിക്കുകയും സിലുവായത്തിലോട്ട് വരികയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ 3-ാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സുഖത്തിലേക്ക് നൽകി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദീസായും ശരീരത്തിന്റെ ഉറപ്പും നിത്യാവസ്ഥ ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികമാരും മേദ്രാശ്വസന്മാരും മെത്രാപൊളിത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിലും പഠിച്ച് ഈ ലോകത്ത് പുറപ്പെടുവായ എല്ലാവരെയും സ്മരിക്കുവിൻ. വിശ്വകൃപയാലികളെ നമുക്ക് സാഹചര്യം സ്വർഗരാജ്യ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശ്വദിക്കണമേ. സഹോദരയെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധരാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുന്നു. ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപ്പെടുന്ന ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുവേൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ പ്രകാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനവും സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിസ്സഹാകർത്താവിൻ ഹൃദയം ദൈവപിതാവിൻ സ്നേഹമതും ഭൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വിഹാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വിഹാര വിചാരങ്ങൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളുടെ സ്തുതിയും എല്ലാ നാവുകളുടെ കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളുടെ പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അവരുടെ സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവിട്ട് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരും ശ്രാപ്പന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ
കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവരവരുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുവരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീ ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു ഞങ്ങളെ സമുദ്ധരിക്കുകയും വൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലിയോ 14 പാപ്പായ്ക്കും ഞങ്ങളുടെ ഈ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോൺ മെത്രാനും പുരോഹിതന്മാരും ശംശാനാമാർ സമർപ്പിതരന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാം വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപ്പുറം കാത്തിരിക്കുന്ന ഈ ജനത്തിനും പ്രത്യേകമായി ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്ന
സ്ഥൈര്യലേപനം സ്വീകരിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും യോഗ്യരായി ഞങ്ങൾക്കും വേണ്ടി കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവും പീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസി എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ തുലിയ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യം വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ് ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ ഓടുന്ന അവസരനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കുള്ള മഹനീയവും വിസ്മയവുമായ രക്ഷാവധിയെ കുറിച്ച് അങ്ങേങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ നാമത്തിനാദരായി ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതികീർത്തനങ്ങളും ഇന്നോടെ ഓടും ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. വഴുതിട്ട് പോയി ഞങ്ങളെ നിശ്ചയത്തിനടയാനിക്കുന്നൂടാത്തവുമായ കടങ്ങളുടെ ഭാവന ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മഹനീയ വിശുദ്ധമായ തുടർന്ന് ശുശ്രൂഷയെ വിശുദ്ധിയുടെ പരിമളത്താൽ പൊരുതലാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ ജനത്തെ വിശുദ്ധിയുടെ പരിമളത്താൽ അങ്ങ് പൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കലുടെ സാദൃശ്യവും അടുത്ത സിംഹാസനവും അവരുടെ വിടത്തെയും പാവമോചവുമായ തിരിച്ച രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗം നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിക്കും
ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുവപ്പം ഞാൻ സ്നേഹമൊഴിഞ്ഞേ കൈക്കൊള്ളൂ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരഹസ്യങ്ങളെ നമുക്ക് ആത്മഭക്തരുടെ സമീപിക്കാം. അടുത്ത വാദനാശത്തോടെ അവർ അതിനുപതിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് ബന്ധതപിച്ചും സഹോദരത്തുകൾ ശ്രമിച്ചുകൊണ്ട് നമുക്ക് സ്ഥലത്തിനാഥനാദേഹത്തോടെ കൃപയും പാതന യാചിക്കുകയും ചെയ്യാം. ബലങ്ങളും കലങ്ങളും ഇവിടുന്ന് നിർമ്മാണിച്ചാൽ ശുദ്ധീകരിക്കാം. ശത്രുതയിലെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കൾ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടെ മേഘത്തിനും കൂടെ ദിവരസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ നിങ്ങളുടെ ശരീരത്തിനും ആത്മാകൃഷിയും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണങ്ങൾ ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങേൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയോട് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാവുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധീകരണത്തുള്ളതാവുന്നു. നമ്മെ ജയിപ്പിക്കുന്ന വിശ്വമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. Time of reception of the Holy Communion. First Holy Communion candidates and their parents receive the Holy Communion from Bishop, and all those who are have Catholic faith and prepared for Holy Communion come forward, and all those who did not baptize or not prepared, please sit in their place and receive the Jesus spiritually. Thank you.
സഹോദര ഇസ്രായേൽ വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീര സ്വീകരിക്കാനും അടുത്ത രക്തം പാലിച്ചനും സഭ നിങ്ങളെ ക്ഷണിക്കുന്നു. വാഴുമെന്റെ ദൈവമേ വാഴുവാൻ വന്നിടൂ എന്റെ ദൈവമേ വാഴുവാൻ വന്നിടൂ എന്നിടത്തിലും തുഷാരബിന്ദു പോലെ അനഘമാക്കണേ തുഷാരബിന്ദു പോലെ അനഘമാക്കണേ തിന്മയാൽ മൂടുമെന്റെ മാനസം നിത്യം ആഴിയേക്കാളാഴമേറും സ്നേഹമേ ബലിക്കല്ലിൽ വിരിയും നറുപുഷ്പമേ ആഴിയേക്കാളാഴമേറും സ്നേഹമേ ബലിക്കല്ലിൽ വിരിയും നറുപുഷ്പമേ കരുതുന്ന സ്നേഹമേ യേശുവേ കരുണതൻ വറ്റാത്ത ഉറവയേ കരുണതൻ വറ്റാത്ത ഉറവയേ
സൂര്യനേക്കാൾ ശോഭയേറും ദീപമേ ജീവനേകി കാത്തിടും മഹിതയനേ സൂര്യനേക്കാൾ ശോഭയേറും ദീപമേ ജീവനേകി കാത്തിടും മഹിതയനേ തെറ്റുകൾ ക്ഷമിച്ചിടുന്ന കാലത്തേ മാറോടു ചേർത്തിടുന്ന അമ്മ നീ മാറോടു ചേർത്തിടും നമ്മനീ പൂവെള്ളോസ്തിയിൽ വാഴുമെന്റെ ദൈവമേ വാഴുവാൻ വന്നിടൂ എന്റെ ഹൃദയം പൂവെള്ളോസ്തിയിൽ വാഴുമെന്റെ ദൈവമേ വാഴുവാൻ വന്നിടൂ എന്റെ ഹൃദയം തുഷാരബിന്ദു പോലെ അനഘമാകണേ തുഷാരബിന്ദു പോലെ അനഘമാകണേ തിന്മയാൽ പൂർവ്വന്റെ മാനസം നാദ ആരാധന നാദ ആരാധന പാട ആരാധന നിത്യം ആരാധന നാദ ആരാധന ആരാധന പാട ആരാധന നിത്യം ആരാധന. ഞങ്ങൾ ഭക്ഷിച്ച ശരീരവും പാനം ചെയ്ത രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധി കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധി സംരക്ഷിക്കുന്നതാണമാകട്ടെ. സർവത്തിന്റെയും നാഥ എന്നേക്കും. Kids, I want all the Holy Community kids to pray this prayer after me. Lord Jesus, I love you and adore you with all my heart and all my strength. Thank you for coming to my heart. Thank you for giving yourself to me. Help and strengthen me to witness and glorify you through my words and deeds. Keep all of us under your loving care until I reach in heaven with you. Thank you, Jesus. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്ത സ്തുതിരവും പരിശുദ്ധവും ജീവിതാഗ്യവും ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൾ അകരക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദൈവത്തിന് സ്തുതികൃതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. Lord God, you have washed and purified these children in the blood of Jesus, the divine Lamb who takes away the sins of the world. We thank you for having fulfilled in these servants our Lord Jesus Christ's promise of the Holy Spirit. We praise you for having made these children of yours co-heirs with Christ and rich in the grace of the Holy Spirit. Bless these servants
that they may glorify you in truth and spirit. Father, Son, and Holy Spirit, Lord of all, forever. Amen. Lord, bless us. May the intercession of the Blessed Virgin Mary, Saint Joseph the Holy Apostle, our Father, Saint Thomas, the Confessors, saints, and all the blessed in the church, and of the patron saint of our parish, assist this child. May the life of the witness of the saint, after whom this child is named, be the model. Amen. Lord, bless us. Blessed be the God who has raised us through baptism to the status of the children of God. May He help you to live as faithful sons and daughters of the Church. Having received the Holy Spirit, may you become a daring missionaries, bearing witness to the gospel, being supportive in dangers, consoling in sorrows, and helpful in trials. May He protect you until you reach the heavenly bliss that eyes have not seen, ears have not heard, and the heart has not yet enjoyed. May God make you worthy to be the hope of your parents, the light of your home, and an example of service for the people. May He bless you all abundantly who have partaken in this sacred service, now, always, and forever. Amen. I invite the First Holy Communion, Tessa and Michaela, for a welcome speech. Our dear Bishop John, loving Varghese Acha, Reverend Ashok Acha, respected teachers, dear parents, family and friends. My name is Tessa and this is Michaela. We are standing here with a heart filled with gratitude and happiness to thank everyone on behalf of my friends who received their first Holy Communion today. First and foremost, our dear John Vidale, we are honored to receive our first Holy Communion from you, as we take an important step in the journey of our Catholic life. We are so grateful for your blessings and your precious time that you have chosen to spend with us. May God bless you and keep you safe. Our loving Warki Acha, everything you do has been a source of inspiration for us young kids. Every time you visit our Holy Communion classes, you uplift our spirits with your stories and demonstrating a faithfulness that comes from a deep love of Christ. Thank you for being our spiritual guide throughout our journey. Dear Ashok Acha, we thank you for your presence and blessings on us. Thank you for your valuable time that you are spending with us on our happiest day. May God bless you all and keep you safe in His loving care. Our loving teachers, we would like to express our gratitude to you. You kept us in your thoughts and prayers.
Thank you for helping us to prepare and receiving Jesus in our hearts. We will never forget you, and may God reward you with all his blessings. Parents, your love and support have been the foundation of our faith. You have nurtured our beliefs since we were young, and we stand here today because of your strong dedication to our spiritual well-being. Thank you, dear dads and moms. Our loving family, friends, and parish community. It's a great pleasure to have each one of you present here to celebrate this day with us. We are so grateful to have your support and encouragement in our journey of faith. Thank you. My dear friends, today is a great day in our life. We receive Jesus in our hearts. Let's have a heart filled with gratitude and love. May our loving Jesus fill us with his Holy Spirit for us to stay as his holy children. Thank you, everyone. May God bless us all. Now I invite Shajan Varghese for the vote of thanks. പ്രിയ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ പനത്തോട്ടത്തിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ഫാദർ വർഗീസ് വിധേയത്തിൽ, ഫാദർ അശോക്, കാറ്റീസം ടീച്ചേഴ്സ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പാരൻസ്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, കുഞ്ഞുമക്കളെ, ഇവിടെ നന്ദി പറയാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത്, ഞാൻ ആദ്യം ഈശോയ്ക്കല്ലേ നന്ദി പറയേണ്ടത്. ഞങ്ങളുടെ കുഞ്ഞുമക്കളിലേക്ക് കടന്നു വന്നതിനും അവരോട് കൂടി ആയിരിക്കുന്നതിനും ഈശോയ്ക്ക് നന്ദി പറയണം. അപ്പോൾ എങ്ങനെ ഈശോയ്ക്ക് നന്ദി പറയുമെന്ന് ആലോചിച്ചപ്പോൾ ഈശോയ്ക്ക് നന്ദി പറയാൻ വേണ്ടി ബൈബിളിൽ 1-2 പേര് ചെന്ന ഒരു കഥ ആലോചിക്കുകയായിരുന്നു. 10 പേര് സുഖം പ്രാപിച്ചിട്ട് അതിൽ ഒരാൾ തിരിച്ചു ചെന്ന് നന്ദി പറഞ്ഞു. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് നീ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന നന്ദി എന്ന് പറയുന്നത്, എന്ത് ഈശോ നമുക്ക് ചെയ്തു തന്നാലും ദൈവത്തിന് മഹത്വം പറയുക. ഞാൻ ഈ നിമിഷം നിങ്ങളുടെ എല്ലാവരോടും നമ്മുടെ കൊച്ചുങ്ങളുടെ ഹൃദയത്തിലേക്കും നമ്മളുടെ ഹൃദയത്തിലേക്കും കടന്നു വന്ന ഈശോയ്ക്ക് നന്ദി പറയുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ക്ഷണിക്കുകയാണ്. നമുക്കൊന്ന് മനസ്സിൽ ഈശോയോട് നമ്മുടെ ദൈവത്തിനൊരു മഹത്വം പറയാം. അടുത്തതായിട്ട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ബിഷപ്പിനോടാണ്. ബിഷപ്പിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും നമ്മുടെ തിരുസഭയുടെ സാന്നിധ്യത്തെ നമുക്ക് അറിയിക്കുന്നു. നമ്മുടെ മെൽബൺ രൂപത നമ്മുടെ കുഞ്ഞുമക്കളുടെ വിശ്വാസ പരിശീലനത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന രൂപതയാണ്. അത് എല്ലാ തലങ്ങളിലും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും പിതാവ് ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുക. അങ്ങയുടെ സാന്നിധ്യത്തിനും ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് നൽകിയ അനുഗ്രഹത്തിനും എല്ലാം പിതാവെ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. Now I invite Nishon to give a bouquet to our bishop. അടുത്തതായിട്ട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുക നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇടവക ജനത്തിന്റെ ഒരു പ്രതിനിധിയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെ വിശ്വാസ പരിശീലനത്തിൽ ഒരുപാട് സഹായിക്കുന്ന, ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വൈദികനാണ് നമ്മളോട് കൂടെ ഉള്ളത്. ഇവിടെയുള്ള ഇടവകയിലുള്ള എല്ലാവർക്കും അറിയാം, ഏത് കുടുംബയോഗത്തിന് അച്ഛൻ വന്നാലും കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇടയിലിരിക്കുക, അവർക്ക് നല്ല വചനങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരിൽ കേന്ദ്രീകരിച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ അച്ഛൻ ചെയ്യുക. തീർച്ചയായിട്ടും അച്ഛന്റെ സാന്നിധ്യവും ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ ഈ ദിവസങ്ങളിൽ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. Now I invite Emmanuel Varghese to give a bouquet to our
Father Varghese Videkar. എനിക്ക് അടുത്ത് നന്ദി പറയാൻ ആഗ്രഹിക്കുക നമ്മളോട് കൂടെ ഉണ്ടായിരിക്കുന്ന വൈദികൻ ഫാദർ അശോക്. അശോകച്ചന്റെ സാന്നിധ്യം നമുക്ക് തരുന്ന ഒരു സഹോദരി തുല്യമാണ്. കാരണം നമ്മുടെ ഇടവകയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടവകയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളോട് ആയിരിക്കുകയും നമ്മുടെ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കാനും പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളവരായിരിക്കുന്ന അശോകച്ചന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. Now I invite Aaron Avi to give a bouquet to Father Ashok. അടുത്തതായി ഇന്ന് ഇവിടെ ഈ കുർബാന സ്വീകരണം ആദ്യ കുർബാന സ്വീകരണം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കുക ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കി തരുന്ന നമ്മുടെ കാറ്റീസം പ്രിൻസിപ്പൽ ജിജി സാറാണ്. അദ്ദേഹം എവിടെയുണ്ട്. ഏകദേശം ഒരാൾക്ക് ഒരു 20-30 കോൾ വെച്ചിട്ട് ഫോൺ കോൾ വെച്ചിട്ട് മിനിമം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 11 പേരെയും കോർഡിനേറ്റ് ചെയ്യുകയും ഒരുപാട് എഫേർട്ട് എടുക്കുകയും ചെയ്ത ജിജി സാറിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. I invite Ethan Abhijit to give the bouquet. അടുത്തായിട്ട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുക ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിൻ്റെ അടുത്താണ്. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട്, ഒരുപാട് പ്രിപ്പറേഷൻസ് അവർക്ക് വേണ്ടി ഒരുപാട് സെഷൻസും എല്ലാം ചെയ്ത് ഞങ്ങളോടെ ആയിരിക്കുകയും കൊച്ചുമക്കളെ ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കുകയും ഈശോയെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ കാറ്റിസം ടീച്ചേഴ്സ് റീന ചേച്ചി, ജിജി എന്നിവർക്ക് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. Now I invite Jacob to give a bouquet to Gigi Chechi. I invite Ryan to give a bouquet to Rina. I invite Nishon to give a bouquet to Michael, our other teacher, our young and vibrant teacher. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നന്ദി പറയാനുള്ളത്. കാരണം ഒരു വിജയം അതിൻ്റെ പരിപൂർണതയിലെത്തുക എന്ന് പറയുന്നത് ആ വിജയം കൈമാറ്റം ചെയ്ത് അടുത്ത ആളും അത് വിജയിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ അവരവരുടെ ജീവിതത്തിൽ ഈശോയെ അറിഞ്ഞ് അത് രുചിച്ചറിഞ്ഞ് വിജയിച്ചു. അവരത് ഞങ്ങൾക്ക് പകർന്നു നൽകി. ഞങ്ങൾ പകർന്നു നൽകിയേക്കാണ് ഞങ്ങളുടെ മക്കൾക്ക്. ബട്ട് ഐ വിൽ കണ്ടിന്യൂ. ഇന്ന് എൻ്റെ അപ്പച്ചനൊന്നും ഇവിടെ ഇല്ല, പേസിയുടെ അപ്പച്ചനില്ല. ഞങ്ങൾ കുറച്ച് പേരുടെ മാതാപിതാക്കൾ ഇന്ന് ഈ ലോകത്തുനിന്ന് ഇവിടെ വാങ്ങി. എന്നിരുന്നാലും അവരുടെ കഷ്ടപ്പാടുകളിലും എല്ലാം ഞങ്ങളോട് ഈശോയെ ചേർത്ത് നിർത്തി ഈശോയുടെ മൂല്യം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരെയും, ഇവിടെ കുറേ മാതാപിതാക്കന്മാരുണ്ട്, ഞങ്ങളുടെ മക്കളുടെ ഗ്രാൻഡ് പാരൻസ്, വി താങ്ക് യു സോ മച്ച്. നിങ്ങളാണ് ഇതൊക്കെ കാരണം. താങ്ക് യു സോ മച്ച്. Now I want to wish you thank to all our friends, all our relatives for being here, for being with our kids, to bless them, to pray for them. Now you all know we are in Australia. They have got a lot of challenge in front of them. They may see a lot of things. Not many people praise
Jesus. Not many people know Jesus. It's not so common in here these days. So it's a big challenge for us. Kids, we are telling you, it's not easy in front of you, but we are telling you how much we love our parents for introducing Jesus to us. We love them so much just because they introduced Jesus to us. So we want to introduce the Jesus, the feel that we have. The feel that we have in front of being the adoration. When we have difficult situations, we do go there. We do go there and say, Jesus, we are in trouble. He listened to us. He may not talk to you like we talk to you, but you will feel it one day. When you grow up, you will realize it. We realized it. And that's why we want to hand over to you. Please listen, you will feel it one day. It's a miracle. It's a success. Knowing Jesus is a success. So, feel it as a success, not as a burden. Thank you so much, everyone, again. Thank you, Shajan, for your heart full of thanks. We all felt the passion and all the joy that comes out of your heart. Thank you very much. The next item in our agenda is today is the certificate distribution. The teachers, please come forward and prepare for that. I will be calling up every communicant's name. So please come forward as I call the names to receive your certificates from our bishop. First Holy Communicant, Emmanuel Varghese. Communicant Nishan Joyous. Ryan Agustin. Joret Delvi Paramban. Michaela Rose Joby.
Elsa George. Tessa Binish. Ethan Abhijit Melete. Ivan Jason Gabriel. Jacob Austin. Aaron Arvi. All the communicants, please come forward to have a photo session. Also take your flowers with you to have a photo session with Bishop and the priest. Yeah, while you come forward, please bring your certificates along with you as well.
പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാമശിഖ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ